ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഫസ്റ്റായിട്ട് നെയിം ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് നിർമ്മിക്കണം. ഫസ്റ്റായിട്ട് നെയിം നിങ്ങളുടെ SLC ബുക്കിലുള്ളത് പോലെ തന്നെ നിങ്ങൾ നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. ഫാദേഴ്സ് നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. മദേഴ്സ് നെയിം ഇതൊക്കെ SLC ബുക്കിൽ +2 സർട്ടിഫിക്കറ്റിലുള്ളത് പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക. പിന്നീട് ജെൻഡറാണ്, മെയിലാണെങ്കിൽ മെയിലിനാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക, മെയിൽ കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഇമെയിൽ ID അയക്കുക. അവിടെ കൺഫേം ഇമെയിൽ ID അതൊന്നുകൂടി എഴുതുക. മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. കയ്യിലുള്ള അവിടെ ഒരു OTP വരുന്നതായിരിക്കും. അവിടെ ജനറേറ്റ് OTP അടിച്ചു കഴിഞ്ഞാൽ മെയിലിലും മൊബൈൽ നമ്പറിലും ഓരോ OTP വെച്ച് വരും. നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയയിൽ വെച്ചാണ് ഈ ന്യൂസ് കിട്ടിയതെന്ന്, ഈ നോട്ടിഫിക്കേഷൻ കിട്ടിയതെന്ന്, അത് അതർ വെബ്സൈറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക. പ്ലീസ് വെബ്സൈറ്റ് നെയിം ചോദിച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ കൊടുക്കുക. ഇതവിടെ സബ്മിറ്റ് കൊടുക്കുക. ഏറ്റവും വലത് ഭാഗത്തായിട്ടുള്ള സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ IDയും ഒരു പാസ്വേഡും ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും നിങ്ങൾ ജനറേറ്റ് ആയിട്ട് വന്ന പാസ്വേഡും നിങ്ങൾ അടിച്ചു കൊടുക്കുക. അത് മെയിൽ IDയിലായിരിക്കും നിങ്ങളുടെ പാസ്വേഡ്, ജിമെയിലായിരിക്കും നിങ്ങളുടെ പാസ്വേഡ് കോസ്റ്റ് കാർഡ് കൊടുത്തിരിക്കുന്നത്. ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ക്യാപ്ചാ കോഡും കൂടി എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ അത് കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും വരിക. ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇൻസ്ട്രക്ഷൻ്റെ ഇടയിൽ ഒരു ടിക്ക് ബോക്സ് ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. അവിടെ നിങ്ങൾ ചോദിക്കും ഡു യു ഹാവ് എൻ ആധാർ എന്ന് ചോദിക്കും. ആധാർ ഉണ്ടെങ്കിൽ യെസ് ആധാർ കൊടുക്കുക. ID കാർഡ് ആധാർ നമ്പർ കൊടുക്കുക. ID കാർഡ് നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ID കാർഡിൻ്റെ നെയിം എഴുതുക. നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് SLC ബുക്കിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവും. അത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. SLC ബുക്കിലുള്ളതുപോലെ തന്നെ 2 ബോക്സ് ഉണ്ടാവും. 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്നത് കാൻഡിഡേറ്റ്സ് കാറ്റഗറിയാണ്. കാൻഡിഡേറ്റ്സ് കാറ്റഗറി നിങ്ങൾ ഏത് കാറ്റഗറി SC ആണോ ST ആണോ OBC ആണോ അതൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. SLC ബുക്കിലുള്ളതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് കാറ്റഗറി സർട്ടിഫിക്കേഷൻ വാലിഡിറ്റി ആയി ചോദിക്കുക. നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ചോദിക്കും. അത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. 10th സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. സെലക്ട് എംപ്ലോയ്മെൻറ്റ് ചോദിക്കും. നിങ്ങൾ ഇപ്പോൾ എംപ്ലോയി ആണോ, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുക. സെലക്ട് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്. നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. തുടർന്ന് ചോദിക്കുന്നത് അപ്ലോഡ് ID പ്രൂഫാണ്. ID പ്രൂഫ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ SLC ബുക്കിൻ്റെ പ്രൂഫും അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. 50 KB കുറയാത്ത ഫോട്ടോകളായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. 50 KB കൂടുതലുള്ള ഫോട്ടോകളായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ഫോട്ടോ KB സൈസിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. തുടർന്ന് നിങ്ങളുടെ ഡോക്യുമെൻ്റ് അവിടെ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ആധാർ കാർഡിൻ്റെയും SLC ബുക്കിൻ്റെയും പ്രൂഫ് നിങ്ങൾ കൊടുത്തതിന് ശേഷം തുടർന്ന് ഇങ്ങനെ വരും. പിന്നെ ഒരു പ്രൊഫൈലായിരിക്കും വരിക. നിങ്ങൾക്ക് നേവിക് ജനറൽ ഡ്യൂട്ടിയിലേക്കാണോ യാന്ത്രികിലേക്കാണോ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് എന്ന് ചോദിക്കും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നേവിക് GD അല്ലെങ്കിൽ യാന്ത്രികിലേക്ക് കൊടുക്കാം. ഇപ്പോൾ നേവിക് GDയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യാന്ത്രികാണെങ്കിൽ യാന്ത്രികിലേക്ക് കൊടുക്കുക. ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. എന്നിട്ട് സേവ് കൊടുക്കുക. താഴെ നിങ്ങൾക്ക് സേവ് എന്ന് കാണാം. സേവ് കൊടുക്കുക. തുടർന്ന് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. 10th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നിങ്ങൾ ആദ്യമായി എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ പാസ്സായതാണ് ആദ്യമായി ചോദിക്കുന്നത്. അതിന് യെസ് കൊടുക്കുക. തുടർന്ന് സെലക്ട് എഡ്യൂക്കേഷൻ ബോർഡ്. നിങ്ങൾ കേരള ബോർഡാണെങ്കിൽ അത് കൊടുക്കുക, സ്റ്റേറ്റ് ബോർഡാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ
സർട്ടിഫിക്കറ്റ് നമ്പർ, നിങ്ങളുടെ SLC ബുക്കിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ SLC ബുക്കിൽ ഗ്രേഡിംഗ് സിസ്റ്റം പെർസെൻറ്റേജിലാണോ CGPAയിലാണോ ഗ്രേഡിലാണോ എന്ന് കൊടുക്കുക. നമ്മുടെ പെർസെൻറ്റേജിലായതുകൊണ്ട് പെർസെൻറ്റേജിൽ നിന്ന് കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. തുടർന്ന് അടിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾക്കിപ്പം 10 സബ്ജക്റ്റുകളാണെങ്കിൽ 10 സബ്ജക്റ്റുകൾ എൻ്റർ ചെയ്തിട്ട് ഓരോന്നിൻ്റെ മാർക്ക്, ഇപ്പോൾ മലയാളം ഒബ്റ്റൈൻഡ് മാർക്ക് കൊടുക്കുക. മാക്സിമം മാർക്ക് 100ലാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഹിന്ദി, മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് എന്നിങ്ങനെ നിങ്ങളുടെ SLC ബുക്കിലുള്ള നിങ്ങളുടെ സബ്ജക്റ്റുകൾ മൊത്തമായി എൻ്റർ ചെയ്തിട്ട് കിട്ടിയ മാർക്കും മാക്സിമം എത്ര മാർക്കിലുമാണുള്ളത് അത് ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് എഴുതണമെങ്കിൽ ആഡ് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലോട്ട് ഇങ്ങനെ എന്നിട്ട് തുടർന്ന് സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. തുടർന്ന് അതുപോലെ തന്നെ +2 ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസുമാണ് അടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ്സായി, എഡ്യൂക്കേഷൻ ബോർഡ് എഴുതുക, കേരള ബോർഡ് എന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ നമ്പർ എഴുതുക. തുടർന്ന് പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ്, ഇയർ ഓഫ് പാസിങ്, അഡീഷണൽ മാർക്ക് ഉണ്ടെങ്കിൽ യെസ് ഓർ നോ അത് കൊടുക്കുക. തുടർന്ന് ഹൗ മെനി സബ്ജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഹൗ മെനി സബ്ജക്റ്റിൻ്റെ എണ്ണം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് സബ്ജക്റ്റ് നെയിം, ഒബ്റ്റൈൻഡ് മാർക്കും എഴുതുക. ഫിസിക്സ് മാത്തമാറ്റിക്സ് ആണ് ജനറൽ ഡ്യൂട്ടിക്ക് പറഞ്ഞിരിക്കുന്നത്. +2 നിങ്ങൾ ഫിസിക്സ് മാത്സ് പഠിച്ചിരിക്കണം. വെറും +2 പഠിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ യാന്ത്രിക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഡ് സബ്ജക്റ്റ് കൊടുത്തിട്ട് ബാക്കിയും വിഷയങ്ങൾ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മുന്നോട്ട് സ്റ്റേജ് പോകാൻ പറ്റും. മാക്സിമം മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് അത് കൂടി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഹൗസ്, സ്ട്രീറ്റ് അത് കൊടുക്കുക. നിങ്ങളുടെ ലാൻഡ്മാർക്ക് കൊടുക്കുക. ഫോൺ വിത്ത് ഏരിയ കോഡ് കൊടുക്കുക. കൺട്രി ഏതാണെന്ന് ഇന്ത്യ എന്ന് കൊടുക്കുക. സ്റ്റേറ്റ് കേരള കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. സബ് ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് ഒക്കെ കൊടുത്തതിന് ശേഷം അടിയിൽ ഒന്നുകൂടി അഡ്രസ്സ് കൺഫേം ആക്കാൻ ചോദിക്കുന്നുണ്ട്. അവിടെ ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മേലെ ടൈപ്പ് ചെയ്ത അഡ്രസ്സ് താഴേക്ക് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഡൊമസൈൽ നിങ്ങൾ എവിടെയാണെന്ന് കൊടുക്കുക. കേരള ആണെങ്കിൽ കേരള, ഡിസ്ട്രിക്റ്റ്, ഡൊമസൈൽ സർട്ടിഫിക്കേഷൻ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ ഡൊമസൈലിലെ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്ത ഡേറ്റ് ഉണ്ടാവും, അത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ഡൊമസൈൽ ഇതിൻ്റെ കോപ്പി ഗാലറിയിൽ പോയിട്ട് നിങ്ങൾ അതവിടെ കൊടുക്കുക. തുടർന്ന് കുറേ ഓപ്ഷൻസ് കാണാം. ഇതൊക്കെ നിങ്ങൾ നോ എന്ന് കൊടുത്തിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം നോ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അത് കുറച്ച് കൺഫർമേഷൻസ് ആണ്. തുടർന്ന് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്തതിന് ശേഷം ഇങ്ങനെ വിത്ത് സ്ലൈറ്റ് കൂടെയുള്ള ഫോട്ടോഗ്രാഫ്സാണ് ഹാജരാക്കാൻ പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിന് ആണ് ഇങ്ങനെ സ്ലൈറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തുടർന്ന് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇങ്ങനെ വിത്ത് സ്ലൈറ്റ് പിടിച്ചിട്ടുള്ളത്. തുടർന്ന് സിഗ്നേച്ചർ, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ തുടങ്ങിയവ നിങ്ങൾക്ക് അവിടെ ബ്രൗസ് എടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 50 KB കുറയാത്ത ഫോട്ടോസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോസും സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും. തുടർന്ന് നിങ്ങളുടെ ഒരു ലൈവ് ഫോട്ടോ നിങ്ങളിവിടെ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ക്യാമറയിൽ എടുക്കുന്ന ഒരു ലൈവ് ഫോട്ടോ ആയിരിക്കണം വേണ്ടത്. അത് നിങ്ങൾ സ്റ്റാർട്ട് ക്യാമറ എന്ന് കൊടുത്താൽ അവിടെ ക്യാമറ വരും. നിങ്ങൾക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയതിന് ശേഷം നിങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള എടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾ സേവ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുക. ലൈവ് ഫോട്ടോ ഇപ്പം പുതുതായിട്ട് വന്നതാണ്. ആദ്യമൊക്കെ വിത്ത് സ്ലൈറ്റ് മാത്രമുള്ള ഫോട്ടോസ് ആയിരുന്നു. ഇപ്പോഴാണ് ലൈവ് ഓപ്ഷൻ വന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ലൈറ്റിൽ നിങ്ങളുടെ പേരും കൊടുക്കുന്ന ഡേറ്റും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. തുടർന്ന് അടുത്തതായിട്ടുള്ള സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ എക്സാം സിറ്റി പ്രിഫറൻസ് ആണ്. നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ സ്റ്റേറ്റും നിങ്ങളുടെ സിറ്റി നിങ്ങളുടെ അടുത്തുള്ള സിറ്റി വെച്ച് നോക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ ജില്ലയിലാണെങ്കിൽ അടുത്തടുത്ത ജില്ലകൾ നോക്കി സിറ്റി പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കുക. എന്നിട്ടത് സേവ് ചെയ്യുക. പിന്നെ സോൺസ് ആണ് പറയുന്നത്. നിങ്ങൾ നോർത്ത് ആൻഡ് സൗത്ത് സോൺസ് ആണെങ്കിൽ നിങ്ങൾ സോൺസ് നോക്കിയിട്ട് സോൺ ചെയ്യുക, സിറ്റി പ്രിഫർ ചെയ്യുക. തുടർന്ന് ഡിക്ലറേഷനാണ്.
ഡിക്ലറേഷനിൽ നിങ്ങളുടെ സിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇന്നത്തെ ഡേറ്റിലാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്, ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക. തുടർന്നുള്ള ടിക്ക് ബോക്സിലൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരിക. തുടർന്ന് പ്രിൻ്റ് ആൻഡ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റും പ്രിവ്യൂവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ബോക്സുകളിലൊക്കെ നിങ്ങൾ പ്രിവ്യൂ ഓപ്ഷൻസ് വായിച്ച് നോക്കിയതിന് ശേഷം അതിന് മൊത്തമായിട്ടും നിങ്ങൾ യെസ് കൊടുക്കണം. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ശരിയെങ്കിൽ അതിന് യെസ് ഓർ നോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചുള്ള പ്രിൻറ്റിനനുസരിച്ചുള്ള പ്രിവ്യൂകളായിരിക്കണം നിങ്ങളവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് യെസ് ആണേ യെസ്, നോ ആണേ നോ കൊടുക്കുക. തുടർന്ന് നിങ്ങൾ സേവ് ചെയ്യുക. തുടർന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ടിക്ക് ബോക്സിലും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് കൺഫേം ഡീറ്റെയിൽസ് കൊടുക്കുക. ഡീറ്റെയിൽസ് ഒക്കെ കൺഫേം ആണെന്നുള്ള കൺഫേം ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ പഴയ പ്രൊഫൈലിലേക്ക് തന്നെയായിരിക്കും നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് സബ്മിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു.